മഴതോര് മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ. അലീനയ്ക്ക് എന്താണ് ശരിക്കും സംഭവിച്ചെന്നുള്ള കാര്യം നമ്മുടെ ബാലേന്ദ്രൻ അറിയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ വൈജയന്തിയായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. മക്കളെ നീ നല്ലപോലെ ശ്രദ്ധിക്കണം, അവരെന്ത് ചെയ്യുന്നു, അവരെത്ര സമയം ഫോണിൽ യൂസ് ചെയ്യുന്നു, അവരെന്തൊക്കെയാണ് ഫോണിൽ ചെയ്യുന്നത്, അവരെവിടെയൊക്കെ പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു അമ്മയെന്ന നിലയിൽ നീ എല്ലാം നോക്കി നടത്തണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വൈജയന്തി ഒന്നും അത് അത്ര മൈൻഡായിട്ട് എടുക്കുന്നില്ല. എന്നിട്ടും ബാലേന്ദ്രൻ പറയുന്നുണ്ട് രോഹിത്തിന് എന്നോട് നല്ല ദേഷ്യമുണ്ട്, അപ്പോൾ അത് പറഞ്ഞ് തിരുത്തേണ്ടത് നീയാണ്. എന്നെക്കായി നന്നായിട്ട് നിനക്ക് രോഹിത്തുമായിട്ട് അടുപ്പമുണ്ട്, അപ്പം നീ തന്നെ അവനോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അവനെ അടിച്ചതിലാണ് അവൻ്റെ ദേഷ്യം, അപ്പം അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം അവൻ ചെയ്ത് തെറ്റുകൊണ്ടാണെന്നൊക്കെ നീ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, ഓ പിന്നെ അത് ബാലയാത്രൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ്, ഇനി ആ കാര്യത്തിൽ കയറി ന്യായീകരിക്കാനൊന്നും എന്നെ കൊണ്ടൊക്കത്തില്ല. പിന്നെ മക്കളാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ പ്രൈവസിയിൽ അധികം ഇടപെടാനൊന്നും നമുക്ക് പറ്റത്തില്ല. എന്തിനാണ് അവരുടെ ഫോണൊക്കെ നമ്മൾ വാങ്ങി നോക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ അവസാനം എല്ലാം കടലിലേക്ക് മുങ്ങി പോകുന്ന സമയത്തിരുന്ന് കൈകാലിട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന വരുന്നുണ്ട്, അലീനയ്ക്ക് പള്ളിയിൽ പോകണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ ഒരു ആവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പം എന്തിനാ പള്ളിയിൽ പോയിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ പോയിക്കോ, കുഴപ്പമില്ല, എപ്പോഴാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പൊക്കോളാൻ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തിക്ക് അത് ദേഷ്യമാവുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ അവൾക്ക് പള്ളിയിൽ പോകാനുള്ള സമ്മതമൊക്കെ കൊടുത്തത്? ആഹാ, നിനക്ക് മക്കളുടെ പ്രൈവസിയിൽ കയറി ഇടപെടുന്നതിന് കുഴപ്പമില്ലല്ലോ, അലീനയുടെ പ്രൈവസി കയറി നീ എന്തിനാ ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്, അതിനു മുമ്പ് ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക, അവളെ അങ്ങ് പിരിച്ചു വിടാമെന്ന് പറഞ്ഞിട്ട് ദേഷിച്ച് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അലീനയാണെന്നുണ്ടെങ്കിൽ ഓർഫണേജിൽ പോയിട്ട് അവിടെ ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പള്ളിയിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അലീന തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയുടെ ഫോണിലേക്കാണെന്നുണ്ടെങ്കിൽ രേവതികുട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അലീന രേവതികുട്ടിയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ബാലേന്ദ്രൻ സാറിന് സംശയം ഉണ്ടെന്നുള്ള കാര്യവും അതൊക്കെ ഇങ്ങനെ രേവതികുട്ടിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവർ പിന്നെയും എന്താണ് ദ്രോഹിക്കുന്നുണ്ടോ, ചേച്ചീനെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർ ആഗ്രയിലെ കാര്യം പറയുന്നുണ്ട്. ആഗ്രയിൽ വെച്ചിട്ടാണ് അലീന ഉണ്ടാവുന്നതെന്നും ഇനി ആഗ്രയിലാണോ ഞാൻ ജനിച്ചതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ മാം ആഗ്രയിൽ നിന്ന സമയവും ആ ഒരു ഇതെല്ലാം വെച്ച് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ വയസ്സ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. പിന്നെ പ്രസവം നടന്നത് ഇനി തിരുവനന്തപുരത്ത് വെച്ചിട്ടാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാൻ കഴക്കൂട്ടത്ത് സ്നേഹതീരത്ത് എത്തിയെന്നുള്ള കാര്യമൊക്കെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ ഫോണിനകത്ത് റെക്കോർഡ് ആവുന്നുണ്ട്, കാരണം ബാലേന്ദ്രൻ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മുത്തശ്ശിയുടെ ഫോണിൽ എടുത്തിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ അത് പിന്നീട് കേൾക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ബാലേന്ദ്രന് സംശയമുണ്ടല്ലോ അലീന ആരാന്ന്. അപ്പോൾ ഇതെല്ലാം ആ ഫോണിൽ റെക്കോർഡ് ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മനു ശങ്കർ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ ആ കത്രികയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മനു ശങ്കറിനെ കാണിക്കുന്നുണ്ട് കേട്ടോ, അലീനയുടെ വയറ്റിൽ കുത്തിയ. അങ്ങനെ ഇതൊക്കെ നോക്കിയിട്ട് മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്തിനാ ഇപ്പം ഇത് എന്നോട് പറയുന്നത്, നിന്നോടല്ലാതെ ഞാൻ ആരോടാ പറയേണ്ടത്, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് എനിക്ക് മനസ്സിലായി, നീ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിൾ എങ്ങനെയാണ് അറിഞ്ഞത്, അലീന പറഞ്ഞോ? അലീനയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെറുതായി പോവില്ലേ, ആ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്കിപ്പോൾ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ അങ്കിളെ, ഞാൻ ഹരിക്ക് ശരിക്കും കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഹരി തന്നെയാണ്, രോഹിത്തിനെ കൂടി അവൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിനെ കൊണ്ട് അടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല, അവന് എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഈ കാര്യങ്ങൾ, അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണോ എന്നുള്ള ഒരു കുറ്റബോധം അവൻ്റെ മനസ്സിൽ വരണം. അങ്ങനെ വന്ന് അവൻ അങ്കിളിൻ്റെ അടുത്ത് വന്നിട്ട് അത് അപ്പോളജൈസ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അവർ. അങ്ങനെ അവർ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.